ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് റീഓർഡർ ലെവൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് റീഓർഡർ ലെവൽ, റീഓർഡർ ലെവൽ ഉപയോഗിച്ചാലത്തെ അഡ്വാൻറ്റേജസ് എന്താണ്, എല്ലാം ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ റീഓർഡർ ലെവൽ എന്നുള്ളത്. അതായത് ഐറ്റത്തിന് നെഗറ്റീവ് സ്റ്റോക്ക് വരാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത്. അപ്പോൾ എല്ലാം വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാതും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യം എന്താണ് റീഓർഡർ ലെവൽ എന്നുള്ളത് നോക്കാം. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഐറ്റത്തിന് ഒരിക്കലും ഒരു ഷോർട്ടേജ് വരാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് ഒരാൾ വരികയാണ്. അപ്പോൾ അയാൾ ഒരു റൈസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50 kg റൈസ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. അയാൾക്കൊരു അർജന്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഷോപ്പ് ഉടമ പോയിട്ട് റൈസിന്റെ സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് 50 kg ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു 50 kg ഇല്ല, ഞാൻ പിറ്റേ ദിവസം തന്നെ ആ റൈസ് എത്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോകും ചെയ്തു. അയാൾ തിരിച്ചു പോയതിന് ശേഷം ഷോപ്പ് ഉടമ ഈ ഒരു പ്രോബ്ലം വരാതെ എങ്ങനെ കീപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു. അപ്പോൾ അയാൾക്ക് തോന്നി എല്ലാ ഐറ്റത്തിനും ഒരു ലെവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ടാലി നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. ഓരോ ഐറ്റത്തിനും നമ്മൾക്ക് ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പം നമ്മൾക്ക് ആ ഐറ്റത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് ഓരോ ഐറ്റത്തിനും ലെവൽ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസിനാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ റീഓർഡർ ലെവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഷോർട്ട് ഫോളിൽ വന്ന് കിടക്കും. അപ്പം നമുക്ക് ഓരോ ഐറ്റത്തിനും ഓർഡർ കൊടുക്കാമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ഫോളിലുള്ള ഐറ്റംസിന് മാത്രം ഓർഡർ കൊടുക്കുക എന്നുള്ളത് തീരുമാനിച്ചാൽ മതി. അപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോളിലുള്ള ഐറ്റംസ് മാത്രം അവിടെ കാണിക്കും. അപ്പോൾ ആ ഐറ്റത്തിന് നമുക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫേമിൽ ഒരിക്കലും നെഗറ്റീവ് സ്റ്റോക്ക് എന്നുള്ള ഒരു പ്രതിഭാസം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റിൻ്റെ അടിയിൽ ഓൾട്ടർ എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഇത് ജസ്റ്റ് ഓൾട്ടർ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഓൾട്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഷോമോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഷോമോറിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഐറ്റം. അപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഈ റീഓർഡർ ലെവൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഈ റീഓർഡർ ലെവൽ സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഫേമിലുള്ള കമ്പനിയിലെ എല്ലാ ഐറ്റംസും ഇവിടെ കാണിക്കും. ഇതിൽ ഏത് ഐറ്റത്തിനാണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യണമെന്നുള്ളതെങ്കിൽ ആ ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ നമുക്ക് റൈസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ റൈസിൻ്റെ അവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോക്സിലേക്കാണ് വരിക. ഇവിടെ 2 കോളം കാണിക്കും. റീഓർഡർ ക്വാണ്ടിറ്റിയും കാണിക്കും, അതേപോലെ തന്നെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയും കാണിക്കും. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റം നമ്മുടെ കയ്യിൽ എപ്പോഴും എത്ര സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ തുടക്കത്തിലാണ് ചെയ്തു വെക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സ്റ്റോക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഐറ്റത്തിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഐറ്റത്തിനും റീഓർഡർ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ റൈസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ റൈസ് എന്നുള്ളൊരു ഐറ്റമാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ റൈസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 kg ആണ് കൊടുക്കുന്നത്. എപ്പോഴും റൈസ് ഷോപ്പിൽ 100 kg ഉണ്ടായിരിക്കണം. 100 kg കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഷോർട്ട് ഫോൾ ആയിട്ട് കാണിക്കും.
100 kg റീഓർഡർ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ ചോദിക്കും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. 100 kg ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എത്ര എണ്ണത്തിനാണ് ഓർഡർ കൊടുക്കേണ്ടത്, ഓർഡർ കൊടുക്കേണ്ട ടൈം ആവുമ്പോൾ എത്ര kgക്കാണ് ഓർഡർ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓർഡർ കൊടുക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 120 kg ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുക്കേണ്ട ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് 120 kg ആണ് കൊടുത്തത്. അപ്പോൾ ഈ ഓർഡർ കൊടുക്കേണ്ടത് 120 kg കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഓർഡർ കൊടുക്കേണ്ട സമയത്ത് നമുക്ക് 120 kg തന്നെ കൊടുക്കണം എന്നില്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓർഡർ കൊടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ 120 kg ആണ് സെറ്റ് ചെയ്തത്. ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു ഷുഗർ. ഷുഗറിനാണെങ്കിൽ ഞാൻ റീഓർഡർ ക്വാണ്ടിറ്റി കൊടുക്കുന്നത് ഒരു 120 kg ആണ്. 120 kg റീഓർഡർ ക്വാണ്ടിറ്റി കൊടുത്തു. അപ്പോൾ ഓർഡർ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരു 190 kgക്കാണ് ഓർഡർ കൊടുക്കേണ്ടത്. ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സർഫ് എക്സൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. സർഫ് എക്സലിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 90 kg ആണ് കൊടുത്തത്. അപ്പോൾ ഒരു 120 kgക്കാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വീറ്റ് എടുത്തു. വീറ്റിനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റീഓർഡർ ക്വാണ്ടിറ്റി 100 kg കൊടുത്തു. ഒരു 120 kg ആണ് ഓർഡർ ക്വാണ്ടിറ്റിയിൽ കൊടുത്തത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേമിലുള്ള എല്ലാ ഐറ്റത്തിനും നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കൊന്ന് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. റീഓർഡർ ലെവലിന്റെ റിപ്പോർട്ട് ഒന്ന് നമുക്ക് എടുത്തിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് പോകാം. അപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ഗേറ്റ് ഓഫ് ടാലി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഗോ ടു എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗോ ടുവിലേക്ക് പോയി ഇവിടെ വെച്ചിട്ട് റീഓർഡർ സ്റ്റാറ്റസ് പറഞ്ഞിട്ട് നമുക്ക് അടിക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അടിച്ചു റീഓർഡർ സ്റ്റാറ്റസ്. ഈ റീഓർഡർ സ്റ്റാറ്റസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഒന്നും കൂടി എൻ്റർ അടിച്ചു. അപ്പോൾ ഇതാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ റീഓർഡർ സ്റ്റാറ്റസിന്റെ റിപ്പോർട്ട് വരിക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഐറ്റംസിന്റെ പേര് എല്ലാം ഇവിടെ വരും. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരും. അതേപോലെ തന്നെ ഇവിടെ റീഓർഡർ ലെവൽ വരും. ഇവിടെ ഷോർട്ട് ഫോൾ വരും. ഇവിടെ ഓർഡർ ടു ബി പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ടും വരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് റൈസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. റൈസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. റൈസ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നത് 65 kg ആണ്. റൈസ് ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര kg ഉള്ളൂ? 65 kg ആണ് ഉള്ളൂ. നമ്മൾ എത്രയാണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 100 kg ആണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് ഫോളിൽ 35 kg വന്നു. കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ എപ്പോഴും 100 kg വേണമെന്നുകൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എത്രയും കൂടി ആയാൽ മാത്രമാണ് 100 kg ആകുള്ളൂ. 35 kg കൂടി എന്താണ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് 100 kgയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇവിടെ റൈറ്റിലെ വേറെ ഒരു കോളം വരും ഓർഡർ ടു ബി പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് ഷോർട്ട് ഫോൾ ഉണ്ടെന്നർത്ഥം. കാരണം ഇത് ഷോർട്ട് ഫോളിൽ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ ഐറ്റം ഓർഡർ കൊടുക്കേണ്ട ടൈം ആയി എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടാലിയിൽ കാണിക്കും ഓർഡർ ടു ബി പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പർച്ചേസ് ഓർഡറിന്റെ ഓപ്ഷൻ ഒന്നും ആക്ടിവേറ്റ് ചെയ്യാതെ തന്നെ ഇവിടെ ഓർഡർ ടു ബി പ്ലേസ്ഡ് എന്നുള്ള ഒരു കോളം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗറിന്റെ കാര്യം എടുത്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഷുഗർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഷുഗർ ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നത് 30 kg ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര kg ഉണ്ട്? 30 kg ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് എത്രയാണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നോക്കാം. റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 120 kgക്കായിരുന്നു റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് ഫോളിൽ വന്നു 90 kg എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫോളിൽ വന്നു. കാരണം ഈ 90 kg കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള 120 kg എന്ന റീഓർഡർ ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓർഡർ ടു ബി പ്ലേസ്ഡ് എന്നുള്ളതിലേക്ക് എത്ര kg ആണ് വന്നത്? 190 kg വന്നു. 190 kgക്ക് ഓർഡർ കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത ഐറ്റം നോക്കാം. സർഫ് എക്സൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 60 പാക്കറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 90 പാക്കറ്റിനാണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് ഫോളിൽ 30 പാക്കറ്റ് വന്നു. അതേപോലെ തന്നെ അത് ഓർഡർ കൊടുക്കേണ്ടത് എത്രയാണ്? 120 പാക്കറ്റിനാണ് ഓർഡർ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. വീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 50 kg ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഉള്ളത്. നമ്മൾ എത്രയാണ് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 100 kgക്കായിരുന്നു റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് ഫോളിൽ എത്ര kg വന്നു? 49 kg വന്നു. ഓർഡർ ടു ബി പ്ലേസിലാണെന്നുണ്ടെങ്കിൽ 120 kg വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ ഷോർട്ട് ഫോളിൽ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഓർഡർ കൊടുക്കേണ്ട ടൈം ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് പോകാം. അതിൽ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. വൗച്ചർ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പർച്ചേസ് ഓർഡർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. പർച്ചേസ് ഓർഡർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ പർച്ചേസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പർച്ചേസ് ഓർഡർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും, ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും. ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പർച്ചേസ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൗച്ചർ ടൈപ്പിന് പോയിട്ട് ഏതിലാണോ നമുക്ക് പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പർച്ചേസ് ഓർഡർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിലേക്ക് പോയി അതിൽ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ വൗച്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ഓർഡർ വരും. അപ്പോൾ ഈ പർച്ചേസ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ റൈറ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാ വൗച്ചർ ടൈപ്പുകളും കാണിക്കും. ഇവിടെ പർച്ചേസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ഓർഡറിൻ്റെ വൗച്ചർ ടൈപ്പ് ഇവിടെ കിട്ടും. ഇപ്പോൾ ഇവിടെ പർച്ചേസ് ഓർഡർ തന്നെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ അത് ആക്റ്റീവായിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പർച്ചേസ് ഓർഡറിലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ആരൊക്കെയാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പാർട്ടിയെ സെലക്ട് ചെയ്തിട്ടെടുത്തു. പാർട്ടി സെലക്ട് ചെയ്തിട്ടെടുത്തു. ദാസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് സെലക്ട് ചെയ്തിട്ടെടുത്തത്. ദാസിനെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആണ് വരിക. ഇവിടെ ചോദിക്കും മോഡ് ടേംസ് ഓഫ് പേയ്മെന്റ്. പേയ്മെന്റ് കൊടുക്കുന്നതിന്റെ ടേംസുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അതർ റെഫറൻസ് എന്തെങ്കിലും അതർ റെഫറൻസുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ടേംസ് ഓഫ് ഡെലിവറി. ഡെലിവറി ചെയ്യുന്നതിന്റെ ടേംസുകൾ എന്തൊക്കെയാണ്. ഡെലിവറി ചെയ്യുന്നതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്. അതേപോലെ തന്നെ റെസിപ്റ്റ് ഡീറ്റെയിൽസ്. ഡെസ്പാച്ച് ത്രൂ. എന്തിനാണ് ഡെസ്പാച്ച് ചെയ്യുന്നത്. ഷിപ്പിലാണോ, ബസ്സിലാണോ, ട്രെയിനിലാണോ, ഓട്ടോയിലാണോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കാം. ഡെസ്റ്റിനേഷൻ. എവിടേക്കാണ് ഗുഡ്സ് എത്തിക്കേണ്ടത്. കാരിയർ നെയിം, ഏജന്റ്. അതിൻ്റെ പേര്, ഏജന്റിൻ്റെ പേര് ഒക്കെ ഇവിടെ കൊടുക്കണം. ബിൽ ഓഫ് ലാൻഡിങ്, LRRR നമ്പർ, ഡേറ്റ്, അതേപോലെ തന്നെ വെഹിക്കിൾ നമ്പർ. നമ്മൾ ഏത് വെഹിക്കിളിലാണ് പോണത് ആ മോട്ടോർ വെഹിക്കിളിൻ്റെ നമ്പർ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് വരിക. പാർട്ടിയുടെ മെയിലിംഗ് നെയിം, അഡ്രസ്സ്, അതേപോലെ അവരുടെ സ്റ്റേറ്റ്, അവരുടെ GSTR നമ്പർ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ നമ്പർ. നമ്മൾ എത്രാമത്തെ ഓർഡറാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 എന്നുള്ള ഓർഡർ തന്നെ കൊടുത്തു. ഇവിടെ നമുക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ റൈസ് ആണ് സെലക്ട് ചെയ്തിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ റൈസ് എടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും നമ്മൾ ഡ്യൂ ഓൺ. ഡ്യൂ ഓൺ എന്ന് പറയാൻ നമുക്ക് എന്നാണ് കിട്ടേണ്ടത്. കിട്ടേണ്ട ഡേറ്റിനെ പറയുന്നതാണ് ഡ്യൂ ഓൺ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കിട്ടേണ്ട ഡേറ്റ് പറയുന്നത് 1/5 കിട്ടേണ്ടത്. അപ്പോൾ മെയ്യിലാണ് ഈ ഐറ്റം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിക്കും എത്ര ക്വാണ്ടിറ്റിക്കാണ് ഓർഡർ കൊടുക്കുന്നത്. ഇപ്പോൾ റൈസ് എന്നുള്ള ഐറ്റമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർഡർ കൊടുക്കേണ്ട ക്വാണ്ടിറ്റി പറയുന്നത് ഇപ്പോൾ 120 kgക്കാണ് ഓർഡർ കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ഉള്ളൊരു ബോക്സ് വരും. അപ്പോൾ പർച്ചേസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇവിടെ പർച്ചേസ് ഉള്ള ലെഡ്ജർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ Alt+C അടിച്ചിട്ട് പർച്ചേസിൻ്റെ ലെഡ്ജർ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി ഇവിടെ അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അടുത്ത ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഷുഗർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഷുഗർ എടുത്തു. ഇവിടെ ഡ്യൂ ഓൺ എന്നുള്ളടത്ത് എന്നാണ് കിട്ടേണ്ടത് 1/5 എന്നുള്ള ഡേറ്റ് കൊടുത്തു. ഇവിടെ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 90 kg കൊടുത്തു. എൻ്റർ അടിച്ചു. പർച്ചേസിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് എൻ്റർ അടിച്ചു. നെക്സ്റ്റ് ഐറ്റം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സർഫ് എക്സൽ ആണ്. അപ്പോൾ സർഫ് എക്സൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഡ്യൂ ഓൺ എന്നുള്ളടത്ത് 1/5 കൊടുത്തു. ഇവിടുത്തെ ക്വാണ്ടിറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 120 kg കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. പർച്ചേസിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ വീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ വീറ്റ് എടുത്തു. വീറ്റിൻ്റെ അവിടെയും ഡ്യൂ ഓൺ എന്നുള്ളടത്ത് 1/5 കൊടുത്തു. ക്വാണ്ടിറ്റിയിലാണെങ്കിൽ 150 kg കൊടുത്തു. പർച്ചേസ് ഉള്ളതിലേക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പം നമ്മൾ പർച്ചേസ് ഓർഡറാണ് പ്ലേസ് ചെയ്തത്. ഇനി ഒന്ന് റീഓർഡർ ലെവലിൻ്റെ റിപ്പോർട്ട് ഒന്നും കൂടി എടുത്ത് നോക്കാം. വീണ്ടും മുകളിൽ ഗോ ടൂലേക്ക് പോയി ഇവിടെ നമ്മൾക്ക് റീഓർഡർ സ്റ്റാറ്റസ് എന്നുള്ളത് ഇവിടെ അടിക്കാം. ഇവിടെ റീഓർഡർ സ്റ്റാറ്റസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. റീഓർഡർ സ്റ്റാറ്റസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഒന്നും കൂടി എൻ്റർ അടിക്കാം. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഐറ്റം ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഇവിടെ റൈസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ റൈസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ റൈസ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പറയുന്നത് 65 kg തന്നെയാണ്. നമുക്ക് ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ റൈറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് 65 kg തന്നെയുള്ളൂ. പക്ഷേ നമ്മൾ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണിക്കും പർച്ചേസ് ഓർഡർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 120 kg കാണിച്ചു. അത് കാരണം എന്താണ് ഇവിടെ ഷോർട്ട് ഫോളിൽ നിന്ന് ആ ഐറ്റം പോയിട്ടുണ്ട്. സാധനം നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് ഫോളിൽ നിന്ന് ആ ഐറ്റം ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ആയിട്ട് പോകും. അതേപോലെ തന്നെ ഇവിടെ ഓർഡർ
അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഓർഡർ ടു ബി പ്ലേസിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കാണിക്കുന്നില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്നും പോയി. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഷുഗർ. ഇപ്പോൾ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നത് 30 kg ആണ്. നമ്മൾ എത്രയാണ് റിയോർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 120 kg ആണ് റിയോർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഇതേപോലെ തന്നെ ഷോർട്ട് ഫോളിൽ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എന്താ കാരണം? നമ്മൾ ഇവിടെ എന്താണ് ഓർഡർ ടു ബി പ്ലേസ്ഡിൽ പർച്ചേസ് ഓർഡർ പെൻഡിങ്ങിൽ ഇവിടെ 90 kg കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം സർഫ് എക്സൽ. സർഫ് എക്സൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 60 പാക്കറ്റേ ഉള്ളൂ. പക്ഷേ നമ്മൾ എത്രയാണ് റിയോർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 90 പാക്കറ്റാണ് റിയോർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ഫോളിൽ ഇല്ല, പകരം എന്താണ് ഇവിടെ പർച്ചേസ് ഓർഡർ പെൻഡിങ്ങിൽ ഇവിടെ 120 പാക്കറ്റായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വീറ്റ് ക്ലോസിംഗിലായിട്ട് നമ്മുടെ കയ്യിൽ 51 kg മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ റിയോർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 100 kg ആയിരുന്നു. പക്ഷേ ഇവിടെയും പർച്ചേസ് ഓർഡർ പെൻഡിങ്ങിൽ 150 kg വന്ന് കിടക്കും. അപ്പോൾ പർച്ചേസ് ഓർഡർ പെൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഷോർട്ട് ഫോളിൽ നിന്ന് റിമൂവ് ആകും. കാരണം ആ ഐറ്റം വന്നു എന്നുള്ളതാണ് അവിടെ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി ഓട്ടോമാറ്റിക്കായിട്ട് സാധനങ്ങൾ അവിടെ എത്തിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയോർഡർ ലെവൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റൈൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, സാനിറ്ററി ഷോപ്പിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ഗോൾഡ് മാനുഫാക്ചറിങ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാതും കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.